നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിൽ സ്തംഭിച്ച ആമ്പല്ലൂർ. ജനം മണിക്കൂറുകളോളം നടുറോട്ടിൽപ്പെട്ടു. ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഒരു മണിക്കൂറിലേറെ സമയം ഗതാഗതക്കുരുക്കിൽപ്പെട്ടത്. ചാലക്കുടി ഭാഗത്തെ പാതയിലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷം. ആമ്പല്ലൂരിലെ വാഹനനിര ഒരു സമയത്ത് ടോൾ പ്ലാസയും മറികടന്ന് തലൂർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിന് സമീപം വരെ എത്തിയിരുന്നു. ഇതോടെ വാഹനങ്ങൾ പലതും വഴിമാറി സമാന്തര പാതകളെ ആശ്രയിച്ചു. ഇതോടെ ആമ്പല്ലൂർ കല്ലൂർ മേഖലയിൽ ഗതാഗതം താറുമാറായി. ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ ശ്രീകൃഷ്ണപുരം ക്ഷേത്രം വരെ 1 കിലോമീറ്ററോളം വാഹനങ്ങൾ കുടുങ്ങി നിന്നു. വരന്തരപ്പള്ളി ഭാഗത്തേക്കുള്ള സ്വകാര്യ ബസ്സുകൾ, ദീർഘദൂരം ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും പുലക്കാട്ടുകര കല്ലൂർ റോഡിനെയും ആശ്രയിച്ചു. ബസ്സുകൾ ആമ്പല്ലൂർ ഒഴിവാക്കിയാണ് സർവീസ് നടത്തിയത്. ആംബുലൻസുകൾ ഗതാഗതക്കുരുക്കിൽ കിടന്നത് പതിവ് കാഴ്ചയായി. സ്കൂൾ ബസ്സുകൾ സമയത്തിന് എത്താനാകാതെയാണ് സർവീസ് നടത്തിയത്. വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും ഗതാഗതക്കുരുക്കിൽപ്പെട്ട് വലഞ്ഞു. അവധി ദിനം കഴിഞ്ഞുള്ള ദിവസവും കൂടി ആയതിനാൽ ദേശീയപാതയിൽ വാഹനങ്ങളുടെ എണ്ണവും കൂടുതലാണ്. ആമ്പല്ലൂരിലെ സർവീസ് റോഡിലെ കാന നിർമ്മാണത്തെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു ദിവസമായി ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ഇതിനു പുറമെ തിങ്കളാഴ്ച രാവിലെ മുതൽ ശ്രീലക്ഷ്മി തിയേറ്ററിന് സമീപം ദേശീയപാതയിൽ കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തികളും നടക്കുന്നുണ്ട്. ദേശീയപാതയിൽ തിങ്കളാഴ്ച രാവിലെ ദിവസങ്ങളിൽ നല്ല തിരക്കുണ്ടാകാറുണ്ട്. ഏറെ തിരക്കുള്ള തിങ്കളാഴ്ച രാവിലെ മുതൽ റോഡിൽ കുഴികൾ അടയ്ക്കുന്നത് ആരംഭിച്ചതാണ് ഗതാഗതക്കുരുക്കിന് കാരണമെന്നും ഉച്ചയോടെ ഇത് ആരംഭിച്ചിരുന്നെങ്കിൽ ഗതാഗത സ്തംഭനം ഉണ്ടാകില്ലെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം. യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് പ്ലസ് അവാർഡ് 2025 സംഘടിപ്പിച്ചു. മുൻ എംപിയും യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായ രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ TM ചന്ദ്രൻ, സെബി കൊടിയൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി C പ്രമോദ, ഫൈസൽ ഇബ്രാഹിം, ഷാഫി കല്ലൂപ്പറമ്പിൽ, ലിൻഡോ പള്ളിപ്പറമ്പൻ, CH സാദത്ത്, നൈജോ ആൻഡോ, ലിനോ മൈക്കിൾ, ജിജു കീറ്റിക്കൽ, ശ്രീജിത്ത് കുറിച്ചിയത്ത് എന്നിവർ പ്രസംഗിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും പഞ്ചായത്തിലെ ബഹുമുഖ പ്രതിഭകളെയും ചടങ്ങിൽ അനുമോദിച്ചു. നിങ്ങൾ സുന്ദരനാണ്, ദുൽഖർ സൽമാനേക്കാൾ സുന്ദരനായ ഫൈസൽ ഇബ്രാഹിം പറഞ്ഞിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ പ്രണവ് മോഹൻലാലിനേക്കാൾ സുന്ദരനായ പ്രതീഷ് സംഘടിപ്പിച്ച ഈ പരിപാടി മിടുക്കരും. കോടാലി ചെമ്പൂച്ചിറ മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടത്തി. ഗണപതി ഹോമത്തിന് മണികണ്ഠൻ, മനോജ് എന്നിവർ നേതൃത്വം നൽകി. ആനയൂട്ടിന് 4 ആനകൾ പങ്കെടുത്തു. പ്രസാദ വിതരണവും ഔഷധക്കഞ്ഞി വിതരണവും ഉണ്ടായി. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. 1 പവൻ സ്വർണത്തിന് 560 രൂപ കുറഞ്ഞ് 75,000 രൂപയും ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് 9,375 രൂപയിലുമാണ് വ്യാപാരം. 2 ദിവസം മാറ്റമില്ലാതെ തുടർന്ന ശേഷമാണ് തിങ്കളാഴ്ച സ്വർണ്ണവില കുറഞ്ഞത്. ഞായറാഴ്ച ഗ്രാമിന് 9,445 രൂപയും പവന് 75,560 രൂപയുമായിരുന്നു നിരക്ക്. ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങളാണ് അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത്. ജനകീയ സംരക്ഷണ സമിതി വരന്തരപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോരനോടി യൂണിറ്റ് രൂപീകരിച്ചു. മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ശിവദാസൻ തൂയത്ത, സെക്രട്ടറി ഷിഹാബ് കറുമണ്ണിൽ, ജോയിന്റ് സെക്രട്ടറി ഷിഹാബ് പെരുവാൻകുഴിയിൽ, ഡേവിസ് ആർട്ടിസ്റ്റ, VMC പ്രതിനിധി കാശിനാഥൻ, ബെസ്റ്റിൽ വിൻസെന്റ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ യൂണിറ്റ് പ്രസിഡന്റ് ബെസ്റ്റിൽ വിൻസെന്റ്, സെക്രട്ടറി VV ദിലീഷ്, ജോയിന്റ് സെക്രട്ടറി ആൻഡോ ചേനാടൻ, വൈസ് പ്രസിഡന്റ് സജിത സുഭാഷ് കാമ്പുഴ എന്നിവരെ തിരഞ്ഞെടുത്തു. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്.
കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി, ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,340 രൂപയും പവന് 74,720 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.